കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനം നാളെ കൊടിയേറാനിരിക്കെ നേതാക്കളും പ്രവർത്തകരും നൊമ്പരത്തോടെ ഓർക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനെയാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി ആരോഗ്യനില മോശമായതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് വിട പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യമില്ലാത്ത സംസ്ഥാന സമ്മേളനം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാൽ നിറയും. മാർച്ച് മാസത്തിൽ കൊച്ചിയിൽ ചേർന്ന CPIM സംസ്ഥാന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കോടിയേരി ബാലകൃഷ്ണനെ തെരഞ്ഞെടുത്തപ്പോൾ തുടർച്ചയായ മൂന്നാം വട്ടമാണ് ആ സ്ഥാനത്തേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. പാർട്ടിയിലും പൊതുസമൂഹത്തിലും കോടിയേരിക്കുള്ള സ്വീകാര്യത തന്നെയാണ് മൂന്നാം തവണയും പാർട്ടി നയിക്കാനുള്ള ചുമതല ലഭിക്കാൻ കാരണമായതും. എന്നാൽ അർബുദ രോഗം തീവ്രമായി ആരോഗ്യനില മോശമായപ്പോൾ ഏതാനും മാസങ്ങൾക്കകം തന്നെ കോടിയേരി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. ചികിത്സ തുടരുന്നതിനിടെ 69 വയസ്സുകാരനായ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ആറാം വയസ്സിൽ അച്ഛനെ നഷ്ടമായ ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണനായി വളർന്നത് തീഷ്ണമായ പോരാട്ടത്തിന്റെ നാൾ വഴികളിലൂടെയാണ്. വിദ്യാർത്ഥി ജീവിതകാലത്ത് പൊതുവിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ബാലകൃഷ്ണൻ 16-ാം വയസ്സിൽ പാർട്ടി അംഗമായി. പിന്നെ കണ്ണൂരിലെ തീപിടിച്ച രാഷ്ട്രീയ പോർമുഖങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ ആ ചെറുപ്പക്കാരൻ കരുത്തോടെ നിലകൊണ്ടു. 1982-ൽ തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലെത്തിയതോടെ കേരളം കണ്ടത് കോടിയേരി എന്ന പ്രഗത്ഭനായ പാർലമെന്റേറിയനെയാണ്. മന്ത്രിയായിട്ടല്ല ഞാൻ സത്യാഗ്രഹം നടന്നു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എ മിനിസ്റ്റർ ഈസ് ഓൾവേസ് എ മിനിസ്റ്റർ. ഒരു സമരം ചെയ്യുന്ന സമയത്ത് മിനിസ്റ്റർ അല്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് ഇന്നലെ അദ്ദേഹം സമരം ചെയ്തത്. മന്ത്രിമാർ ചില സമയത്ത് മന്ത്രിമാരല്ലാതാവോ? 4-ാം വട്ടവും തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയപ്പോൾ VS മന്ത്രിസഭയിൽ ആഭ്യന്തര ടൂറിസം വകുപ്പുകളുടെ മന്ത്രിയായി അദ്ദേഹം തിളങ്ങി. കേരള പോലീസിന് ജനകീയ മുഖം സമ്മാനിക്കാനും ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്താനും ആ 5 വർഷക്കാലം കൊണ്ട് കോടിയേരിക്ക് സാധിച്ചു. 2011-ൽ 5-ാം ഊഴത്തിൽ പ്രതിപക്ഷ ഉപനേതാവെന്ന ദൗത്യമായിരുന്നു കോടിയേരിക്ക്. VS-ഉം പിണറായിയും കൊമ്പ് കോർത്തിരുന്ന വിഭാഗിത കൊടികുത്തിവാണ കാലത്ത് കോടിയേരിയുടെ നയതന്ത്രമാണ് പാർട്ടിയെ ഒരുമിച്ച് നിർത്തിയത്. പിണറായിയുടെ പിന്മുറക്കാരനായി 2015-ൽ സംസ്ഥാന സെക്രട്ടറി കസേരയിലെത്തിയപ്പോൾ പാർട്ടി അച്ചടക്കത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ സൗമ്യതയാർന്ന ഇടപെടലിലൂടെയും തികഞ്ഞ നർമ്മബോധത്തോടെയും കോടിയേരി നിലകൊണ്ടു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലയളവിൽ പാർട്ടി സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ച കോടിയേരി 2018-ൽ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2019-ലാണ് ആകസ്മികമായി അർബുദബാധ കോടിയേരിക്ക് സ്ഥിരീകരിക്കുന്നത്. ഏതാണ്ട് ഇതേ സമയത്താണ് മക്കളായ ബിനോയും ബിനീഷും വിവാദങ്ങളിൽ അകപ്പെടുകയും കേസുകളിൽ പ്രതികളാക്കപ്പെടുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ സ്വമേധയാ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കോടിയേരി 2020-ൽ ഒഴിഞ്ഞു. ലെ സംസ്ഥാന സമ്മേളനത്തിൽ കോടിയേരി തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായി ഇടതുമുന്നണി തുടർച്ചയായി 2-ാം തവണയും അധികാരത്തിലെത്തിയപ്പോൾ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് കോടിയേരി എന്ന പാർട്ടി നേതാവിന് കൂടി അവകാശപ്പെട്ടതായിരുന്നെന്ന് ആ സ്ഥാനാരോഹണം വ്യക്തമാക്കി. എന്നാൽ 2022 ഒക്ടോബറിൽ കോടിയേരി സമരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് പാർട്ടി പതാക പുതച്ച് അന്ത്യവിശ്രമത്തിലാണ്ടു. അകാലമരണം കൂട്ടിക്കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ചിരിക്കുന്ന മുഖത്തോടെ മുഴങ്ങുന്ന ശബ്ദത്തോടെ കൊല്ലം സമ്മേളനത്തിൽ കോടിയേരി ഉണ്ടാകുമായിരുന്നെന്ന് നഷ്ടബോധത്തോടെ പ്രതിനിധി സഖാക്കൾ അനുസ്മരിക്കുന്നിടത്താണ് ആ ഓർമ്മകൾ അനശ്വരമാകുന്നത്. കോടിയേരിയില്ലാ കാലത്ത് കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടക്കുക കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ്. കോടിയേരിയെ പോലൊരു സൗമ്യനും കരുത്തനുമായ നേതാവിൻ്റെ അഭാവം CPIM-ൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും പ്രകടമായ കാലത്താണ് പാർട്ടി സമ്മേളനം. മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.